പഠിക്കാറുണ്ടല്ലേ, നമ്മളെല്ലാവരും എക്സാമിന് വേണ്ടി പഠിക്കാറുണ്ട്, നീറ്റിന് വേണ്ടി പഠിക്കാറുണ്ട്, അങ്ങനെ നമ്മളെല്ലാവരും പഠിക്കും. അപ്പം നമ്മളിങ്ങനെ വെറുതെ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ പഠിക്കുമ്പോൾ എന്തായിരിക്കണം, നമ്മൾ കോൺസെൻട്രേഷനോടെ ഇരുന്ന് പഠിക്കണം. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. അപ്പോൾ നമ്മളല്ലാതെ വേറെ കുറേ ക്ലാസ്സുകൾ കണ്ടു, വേറെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് കണ്ടു, എക്സാമിനറിൻ്റെ ക്ലാസ് കണ്ടു, കുറേ ബുക്ക് വായിച്ചു, ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചു. കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ ഇതൊക്കെ വേസ്റ്റാണ്. നമ്മൾ ആരുടെ ക്ലാസ് കണ്ടാലും ഏതൊക്കെ ബുക്ക് വായിച്ചാലും കോൺസെൻട്രേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേസ്റ്റാണ്, നമുക്ക് ഒരു യൂസും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് എന്ത് വേണം, കോൺസെൻട്രേഷൻ വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം, നമ്മളിപ്പോൾ പഠിക്കുകയാണ്. അപ്പോൾ പഠിക്കുമ്പോൾ നമ്മളുടെ ഫുൾ കോൺസെൻട്രേഷൻ എന്തായാലും ആയിരിക്കണം, നമ്മളുടെ പഠിപ്പിലായിരിക്കും. ഇപ്പോൾ നമ്മൾ ക്ലാസ് കാണുകയാണ്, ക്ലാസ് കാണുമ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തിലായിരിക്കണം, നമ്മുടെ ക്ലാസ്സിലായിരിക്കണം. അപ്പോൾ അപ്പോൾ എല്ലാവരും പറയല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യണം, പഠിക്കാൻ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അത് എങ്ങനെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം ഇപ്പോൾ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ, നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു മൂവി കാണുവാണെങ്കിൽ നമ്മളുടെ ഫോക്കസ് മുഴുവൻ അതിനായിരിക്കും, നമ്മളുടെ ഫുൾ കോൺസെൻട്രേഷൻ അതിലായിരിക്കും അല്ലേ. തൊട്ടടുത്ത ആളിൽ നമ്മളെ വിളിച്ചാലും നമ്മൾ ശ്രദ്ധിക്കില്ല. കാരണം എന്താ, നമ്മൾ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് പഠിക്കുമ്പോൾ കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ അത് ആരുടെ കുഴപ്പമാണ്, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, നമുക്ക് നല്ല കോൺസെൻട്രേഷൻ ഉണ്ട്, പക്ഷേ നമ്മളുടെ മൈൻഡ് ആ ഒരു ടോപ്പിക്കിനനുസരിച്ച് മാറുന്നു. അപ്പോൾ പഠിക്കുമ്പോൾ അല്ലേ, നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെ കോൺസെൻട്രേഷനോട് ഇരുന്ന് പഠിക്കാം. അപ്പോൾ അതിനുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളതെന്ത് ചെയ്യുക, വെറുതെ വീഡിയോ കണ്ടങ്ങ് പോവാതെ കുറച്ചെങ്കിലും നമ്മളുടെ ലൈഫിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. നല്ല മാറ്റം ഉണ്ടാവും. കാരണം ഇതിപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു തരുന്നല്ല, ഞാൻ എൻ്റെ ലൈഫിൽ യൂസ് ചെയ്തിട്ട് എഫക്റ്റീവായിട്ടുള്ള ടിപ്സ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അല്ലാതെ ഞാൻ കുറേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ എഫക്റ്റീവായിട്ടുള്ള എനിക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും എന്ത് ചെയ്യുക, ഇത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. എന്തായാലും ഒരു ചേഞ്ച് വരുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മളുടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, വലിയ ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോന്ന് കാണുമ്പോൾ നിങ്ങൾ വയ്ക്കും, അയ്യോ ഇതാണോ ചെയ്താലാണോ കോൺസെൻട്രേഷൻ കിട്ടാൻ നമുക്ക് തോന്നും. പക്ഷേ കാരണം എനിക്ക് ഉറപ്പാണ്, കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് എന്ത്, പ്ലാനിങ് ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. ഓക്കെ, പ്ലാനിങ് ചെയ്താലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ സക്സസ് ആവുള്ളൂ. അപ്പോൾ ചില ആൾക്കാർ പറയും നിങ്ങളോട്, പ്ലാൻ ചെയ്തിട്ടൊന്നൊരു കാര്യമില്ല, ലൈഫിൽ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കുന്നു. പക്ഷെ അതല്ല ഇവിടുത്തെ പ്ലാനിങ്. നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണോ പഠിക്കാൻ പോണത്, അല്ലെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ മേക്ക് എ ലിസ്റ്റ് ഓഫ് ജോബ് ദാറ്റ് യു നീഡ് ടു ഡു. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ആ ഒരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതെന്ന് വിചാരിച്ച് ഈ ഒരു വർഷത്തേക്ക് ഞാൻ ഇത്രേ ചെയ്യുള്ളൂ, ഇനി ഒരു 2 വർഷം ഞാൻ അത്രയും വലിയ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഫെയിലാവും. കാരണം നമുക്ക് അടുത്ത ദിവസം എന്താ നടക്കുന്നത് നമുക്കറിയില്ല. ഒന്നുകിൽ നിങ്ങൾ വീക്ക്ലി പ്ലാൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി പ്ലാൻ ഉണ്ടാക്കുക. അത് തന്നെ ആ ദിവസം ഇരുന്ന് പ്ലാൻ ചെയ്യല്ല, തലേന്ന് ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്യണം നിങ്ങൾ നാളെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അതിനെന്താ ചെയ്യുക, അതിൽ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക. പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയുമ്പം നമുക്ക് ഏറ്റവും അർജൻ്റ് ആയിട്ടുള്ള വർക്ക് ആദ്യം ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സബ്ജക്ട്സ് എന്തായിരിക്കും നിങ്ങൾക്ക് ടഫായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടൈം കുറച്ച് കൂടുതൽ അലോക്കേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കണം, നിങ്ങൾ നാളെ ചെയ്യാൻ പോകുന്നൊരു കാര്യത്തിൻ്റെ ഒരു പ്ലാനിങ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളൊരു പേപ്പർ എടുക്കുക, അത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. നാളെ ഞാനിരുന്ന് ഫിസിക്സ് ചാപ്റ്റേഴ്സ് മുഴുവൻ അങ്ങോട്ട് പഠിക്കും, അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കരുത്. അത് എന്തായാലും ഫെയിലാവും. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് ഇത് ചെയ്യുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെ. ഞാൻ ഇന്ന് ഈ ഒരു പാരഗ്രാഫ് വായിക്കും, അങ്ങനെയല്ല. അപ്പം നമുക്കറിയാമല്ലോ നമ്മളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച്, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് പ്ലാൻ ചെയ്യാം. അപ്പോൾ തന്നെ എന്തായി, നമ്മളുടെ മൈൻഡ് ഒന്ന് റെഡിയായി. യെസ്, നാളെ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ മൈൻഡ് ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റഡ് ആവുകയാണ്. നമ്മളുടെ മൈൻഡിൽ ഓൾറെഡി അത് പ്രീസെറ്റഡ് ആവും. യെസ്, നാളെ ഞാനിത് ചെയ്യും. അപ്പോൾ നമ്മളുടെ മൈൻഡ് അത് ഓർക്കും, നമ്മളുടെ ബ്രെയിൻ അതിനനുസരിച്ച് മൂവ് ചെയ്യും. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. ഓക്കെ, പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റൂട്ടിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾ നാളെ
നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ തലേന്നേ എന്ത് ചെയ്യും, നമ്മളുടെ മൈൻഡിൽ പ്ലാൻ ചെയ്യാൻ തുടങ്ങും അല്ലേ. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകണം, ബീച്ചിൽ പോകണം, അവിടെ പോകണം, കടലിൽ കളിക്കണം, സാധനങ്ങൾ വാങ്ങണം, ഐസ്ക്രീം കഴിക്കണം, ഫ്രണ്ട്സിൻ്റെ കൂടെ സെൽഫി എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ മൈൻഡിൽ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ നാളെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നമുക്ക് കിടന്നാൽ ഉറക്കം പോലും വരില്ല. അപ്പോൾ അതേപോലെ നമ്മൾ നാളെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. കിടക്കുന്ന സമയത്ത് നമ്മൾ അത് ആലോചിക്കണം, നാളെ ഞാൻ ഇത് പഠിക്കും, ഇത് ഞാൻ പഠിച്ച് തീർക്കും, അത് പഠിച്ച് ഞാൻ ഓർത്തെടുക്കും. അങ്ങനെ നിങ്ങളുടെ മൈൻഡിൽ എന്തായിരിക്കണം, നമ്മളെ മൈൻഡ് ഓൾറെഡി ആ കാര്യങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്ലാനിങ് ആണ്. പിന്നെ നമ്മളെന്ത് ചെയ്യുക, അപ്പോൾ നമ്മളെന്ത് ചെയ്തു, പ്ലാൻ ചെയ്തു, ഞാൻ നാളെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൽ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതാണ്, യെസ്, പ്രയോറിറ്റി ലിസ്റ്റൊക്കെ ഉണ്ടാക്കി റെഡിയായി. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പഠിക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മളൊരു കൂട്ടം ബഹളത്തിൻ്റെ നടുവിൽ പോയിരുന്നാൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുമോ? നമ്മളുടെ മൈൻഡൊക്കെ പാവം റെഡിയായി പ്ലാനിങ്ങിന് വേണ്ടിയൊക്കെ റെഡിയായി നിൽക്കുമ്പം ഒരു ബഹളത്തിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ടി വി ഒക്കെ ഓൺ ചെയ്ത് ഫുൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ ഇരുന്നാൽ ഒരു കാര്യമില്ല. അപ്പോൾ അതിൽ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് എന്താണ്, കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ടു സ്റ്റഡി. നമ്മൾക്ക് പഠിക്കാൻ ഒരു ഏരിയ ഉണ്ടാവണം. അതിപ്പോൾ ഇതേപോലത്തെ ഒരു സ്ഥലം അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ മനസ്സ് ശാന്തമായിട്ട് സ്റ്റഡീസിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ ഒരു സ്ഥലം നിങ്ങൾ സെറ്റ് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഒരു ടേബിൾ, ഇതേപോലെ തന്നെ ടേബിള്, ടാബ്ലറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ചെയർ, ആ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അനുസരിച്ചുള്ളൊരു ടേബിൾ മസ്റ്റാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ നേരം ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് പല ബോഡി പെയിൻസ് വരാൻ കാരണം ചിലവർ ഇങ്ങനെ കുഞ്ഞിരുന്ന് അങ്ങോട്ട് എഴുതും, ബെഡിലിരുന്നാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് എഴുതും, കിടന്നിട്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ കൈയൊക്കെ വെച്ചിട്ട് ഇരുന്ന് എഴുതും, പഠിക്കും, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു സീറ്റിംഗ് പൊസിഷൻ കറക്റ്റായിരിക്കണം, നമ്മളുടെ നട്ടിൽ ഇങ്ങനെ നിവർന്നിരിക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വേണ്ട ബുക്സ്, ഓക്കെ, നമുക്ക് വേണ്ട ബുക്സ് നമ്മളുടെ അടുത്തുണ്ടാവണം. പഠിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ആ കാര്യങ്ങളൊക്കെ എടുത്ത് തൊട്ടടുത്ത് വെക്കുക. ഇപ്പോൾ നിങ്ങൾ ഫോൺ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ആയിട്ട് ഫോൺ നോക്കിയായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഗാഡ്ജറ്റ് എന്താണോ എന്നുള്ളത് അത് നിങ്ങളുടെ അടുത്തുണ്ടാവണം. അതിൻ്റെ ചാർജർ നിങ്ങളുടെ അടുത്ത് വെക്കുക. പിന്നെ എന്താണ്, ഒരു ബോട്ടിൽ വെള്ളം അതിനടുത്ത് വെക്കുക. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള, അപ്പോൾ നമുക്ക് പെന്ന് വേണ്ടി വരും, കളർ പെൻസ് വേണ്ടി വരും, ഹൈലൈറ്റർ വേണ്ടി വരും. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങളുടെ തൊട്ടടുത്ത് കയ്യെത്തുന്ന ദൂരത്ത് എടുത്ത് വെച്ചിട്ടിരുന്നാൽ മതി. അല്ലെങ്കിൽ പഠിക്കാൻ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു, ഞാനിന്ന് പഠിക്കാൻ പോവുകയാണ്, എല്ലാം റെഡി ആയിട്ടിരിക്കുമ്പോൾ അതെടുക്കാൻ മറന്നു, ഇതെടുക്കാൻ മറന്നു, താഴോട്ട് പോയി മുകളിലോട്ട് പോയി, എന്തായി അവിടെ ആരെങ്കിലും കണ്ടു, അവരെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു, ടൈം പോയില്ലേ. അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ പാടില്ല. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക, നമ്മളുടെ അരികിൽ ഉണ്ടാവണം. പഠിക്കാൻ വേണ്ടി നമ്മൾ റെഡി ആയിരിക്കുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് അവിടുന്ന് ഇവിടുന്നുള്ള ഒച്ച, വീടിന് പുറത്തുനിന്നുള്ളൊരൊച്ച, അല്ലെങ്കിൽ താഴേന്ന് കുട്ടികൾ കളിക്കുന്ന സൗണ്ട്, അല്ലെങ്കിൽ ടി വിയുടെ സൗണ്ട്, അതൊന്നും ഉണ്ടാവാതെ നല്ല കാമായിട്ട് ക്വയറ്റായിട്ട് നമുക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്നൊരു സ്ഥലം സെറ്റ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഫോൺ നോക്കി അല്ലെങ്കിൽ ലാപ്ടോപ്പ് നോക്കിയാണ് ക്ലാസ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരു പൊസിഷനിങ് എന്ന് പറയുന്നത്, നമ്മൾ ഇരിക്കുമ്പോഴാണ് എല്ലാത്തിനും ഒരു പൊസിഷനാണ്. നമ്മൾ ഇങ്ങനെ നോക്കേണ്ടി വരരുത്, കറക്റ്റ് ലെവലിലായിരിക്കണം. ബുക്കാണെങ്കിൽ നമുക്ക് ഇരുന്ന് നല്ലപോലെ കറക്റ്റ് ചെയ്യാനുള്ളൊരു ടേബിൾ അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്. തേർഡ് തിങ് എന്താണ്, മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ്. നമ്മളെല്ലാവർക്കും മെസ്സേജൊക്കെ അയക്കും അല്ലേ, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, സ്വീറ്റ് ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെസ്സേജ് അയക്കും. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റണം നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ടെന്നുള്ളത്. ഒരു മിനിമം 7 hours മസ്റ്റാണ്. ഓക്കെ, എന്തായാലും 7 hours കണ്ടിന്യൂസ് സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അത് തന്നെ ഞാൻ കുറച്ച് തന്നെ രാവിലെ പകൽ ഞാനൊരു 2 മണിക്കൂർ ഇറങ്ങി, എന്നാൽ രാത്രി ഒരു 4 മണിക്കൂർ ഉറങ്ങാം, അങ്ങനെ ടോട്ടൽ 6 മണിക്കൂറായാലും അങ്ങനെയല്ല. നൈറ്റിൽ കണ്ടിന്യൂസ് 7 hours സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അത് തന്നെ നല്ല നല്ല ഉറക്കമായിരിക്കണം. ആ ഒരു ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് റിഫ്രഷ്ഡ് ആവണം. മൈൻഡ് റിഫ്രഷായി അടുത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുള്ള ആ ഒരു ഫുൾ റെഡി ആയിരിക്കണം. അത് തന്നെ നമ്മൾ കിടക്കുന്ന രീതി എല്ലാം മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്താവും, ഡിസ്ട്രാക്റ്റഡ് ആവും, നമ്മളുടെ ഉറക്കം പോവും. പിറ്റേന്ന് നമ്മൾ ഉറക്കം തൂങ്ങിയായിരിക്കും എഴുന്നേക്കണം, ഉറക്കം ശരിയായില്ല, ബോഡി പെയിൻ തുടങ്ങി, എല്ലാം കൊണ്ട് ക്ഷീണമാവും. അപ്പോൾ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് നല്ല ഉറക്കം കിട്ടിയാൽ തന്നെ നമ്മളുടെ ഒരുപാട് പ്രശ്നങ്ങൾ, തലവേദന, കണ്ണുവേദന, മേലുവേദന, കോൺസെൻട്രേഷൻ ഇല്ലായ്മ, ഇതൊക്കെ പോകാൻ ഏറ്റവും ബെസ്റ്റായിട്ട് നല്ല ഉറക്കം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ നിങ്ങളൊരു നല്ല ഉറക്കം കിട്ടിയാൽ നിങ്ങൾക്ക് മാറും.
ഓക്കെ, അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ മിനിമം 7 hours എങ്കിലും ഉറങ്ങിയിരിക്കണം. നമ്മളുടെ ബ്രെയിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, പാവമാണ്. നമ്മൾ ചെയ്യുന്നതൊക്കെ പഠിക്കണ്ടേ, നമ്മൾ എത്രയോ കുഞ്ഞു മുതലേ പഠിക്കാൻ തുടങ്ങിയതൊക്കെ കയറ്റണ്ടേ. അപ്പോൾ അതിനൊരു ഇച്ചിരി റെസ്റ്റ് കൊടുക്കണം. അതിനൊന്ന് എനർജറ്റൈസ്ഡ് ആവാൻ നമ്മളൊരു ഇച്ചിരി ബ്രേക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള 7 hours സ്ലീപ്പ് ഉറപ്പ് വരുത്താൻ, നല്ല കാമായിട്ട് ക്വയറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാം. ഓക്കെ, അതെന്തായാലും ഉറപ്പ് വരുത്തട്ടെ. അല്ലാതെ നമ്മൾ കുറേ കോൺസെൻട്രേഷൻ ഡെപ്സും മിസ് പറഞ്ഞത് അത് ചെയ്തു, ടേബിൾ സെറ്റ് ചെയ്തു, അതാക്കി ഇതാക്കി ഉറങ്ങാതെ ഇരുന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല, ഫുൾ വേസ്റ്റ് ആയിരിക്കും. സോ നല്ല രാത്രി ഉറക്കം കിട്ടാൻ നോക്കാം. പിന്നെയോ ഡ്രിങ്ക് മോർ വാട്ടർ. ഓക്കെ, നമ്മളുടെ ബയോളജി കുട്ടികളാണല്ലോ, നമ്മളെല്ലാവരും ബയോളജി പഠിക്കുന്നതിന് ബയോളജി പഠിച്ചവരല്ലെങ്കിൽ കൂടി ഇത് അറിഞ്ഞിരിക്കുക. എത്രയും നമ്മൾ മിനിമം 8 ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം ഒരു ദിവസം. അപ്പോൾ വെള്ളം കൂടി ആരും ഒഴിവാക്കരുത്. അത് കണ്ട വെള്ളം ഒന്നും എടുത്ത് കുടിക്കരുത്, തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുക. നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. നമ്മളുടെ ഓരോ സെല്ലിനും ആക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. നമ്മളുടെ ബോഡിയിൽ 3/4 ഭാഗം എന്താണ്? വെള്ളമാണ്. ഓക്കെ, അപ്പോൾ വെള്ളം കുടിക്കാതുള്ളൊരു പരിപാടിക്കേ നിൽക്കണ്ട. അപ്പോൾ സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്യുമ്പോൾ എന്തുകൂടി ഇതാക്കണം? വെള്ളമുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. അതില്ല എന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് വെക്കുക. ഓക്കെ, അതുതന്നെ ബോട്ടിൽ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒഴിവാക്കാൻ നോക്കുക, സ്റ്റീൽ ബോട്ടിൽസ് വെക്കുക, അല്ലെങ്കിൽ ഒരു ജഗ്ഗിൽ വെള്ളം എന്തെങ്കിലും വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ വെള്ളം കുടിക്കാൻ മറന്നു പോകരുത്. വെള്ളം കൂടി ഏറ്റവും മസ്റ്റാണ്. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുക. ഒരു ഉന്മേഷത്തിന് ഇടയ്ക്കൊരു ചായ ഒക്കെ കുടിക്കുക, അതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ നിൽക്കണ്ട. വെള്ളം കുടിക്കുക, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കുക. ദെൻ ഈറ്റ് ഹെൽത്തി ഫുഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നല്ല ഓയിലി ഫുഡൊക്കെ കഴിച്ച് പഠിക്കാൻ അങ്ങോട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഉറക്കം തൂങ്ങാൻ തുടങ്ങും. അങ്ങനെ ചെയ്യരുത്. അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യരുത്. ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളുടെ രാവിലത്തെ ഭക്ഷണമാണ് നമ്മളുടെ ആ ഫുൾ ഡേ നമ്മളെ എനർജറ്റിക് ആയിട്ട് നിർത്തുന്നത്. അപ്പോൾ ഒരു കാരണവശാലും എന്ത് തിരക്കുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യരുത്. അത് തന്നെ ഓയിലി ഫുഡും കുറച്ച് പത്തിരിയും പൊരിച്ച ചിക്കൻ അങ്ങനത്തെ ഒന്നും കഴിക്കാതെ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാം. ഓക്കെ, ഇലക്കറികളും പച്ചക്കറികളും ഫ്രൂട്ട്സും സിറിൽസും അങ്ങനത്തതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. കഴിവതും ജങ്ക് ഫുഡ് ഒഴിവാക്കാം. ഓക്കെ, ജങ്ക് ഫുഡ് നമ്മൾ ഉറക്കം തൂങ്ങികളാക്കും. നമ്മൾ ഇരുന്ന് പഠിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് സ്കൂളിൽ പോകാനൊക്കെ ചാൻസ് കുറവാണ്, പുറത്തിറങ്ങാനുള്ള ചാൻസസ് ഒക്കെ കുറവാണ്. അപ്പം നമ്മൾക്ക് എന്താണ്, നമുക്ക് അങ്ങോട്ട് മേലനങ്ങി കളിക്കാനുള്ളതില്ല, നമ്മൾ ഇരുന്ന് ഫോൺ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ നമ്മളുടെ ഹെൽത്തിന് കേടാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അത് നമ്മൾക്ക് എന്താവും, നമുക്ക് വേണ്ട എനർജിയൊക്കെ അത് തന്നോളൂ. അല്ലാണ്ട് ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് വേസ്റ്റ് എനർജിയാണ്, അത് കേടായ എനർജിയാണ്, നല്ലതല്ല. അപ്പം നല്ല എനർജി കിട്ടണമെങ്കിൽ നല്ല ഫുഡ് കഴിക്കുക. നല്ല ഫുഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം എന്നല്ല, നമ്മൾക്ക് വീട്ടിൽ കിട്ടുന്ന ഇലക്കറികളും പച്ചക്കറികളും അങ്ങനത്തെയൊക്കെ കഴിക്കാം. ഓക്കെ, ദെൻ ടേക്ക് എ ബ്രേക്ക്. അതായത് മിസ് പറഞ്ഞിട്ടുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കോൺസെൻട്രേഷനാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് ഇരുന്ന് പഠിക്കാം എന്ന് വിചാരിച്ച് കളയരുത്. നമ്മളെപ്പോലെ തന്നെ നമ്മളങ്ങനെ വിചാരിച്ചാലും നമുക്ക് അത്രയും സമയം നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. നമുക്ക് മിനിമം അല്ലെങ്കിൽ ഒരു മാക്സിമം നമുക്ക് 45 minutes കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അത് നമ്മളുടെ ബോഡി അങ്ങനെയാണ്. 45 minutes നമുക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 1 hour ഒക്കെ പഠിച്ചോ, എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു കുഞ്ഞ് ബ്രേക്ക് എടുക്കാം. ഒരു കുഞ്ഞ് ബ്രേക്ക് എടുക്കാൻ പോയിട്ട് പഠിച്ചതിനേക്കാൾ അധികം ബ്രേക്ക് ആവരുത്. ഞാൻ ഒരു മണിക്കൂർ പഠിച്ചെന്നാൽ 2 മണിക്കൂർ TV കാണാം എന്ന് വിചാരിക്കരുത്. ഒരു ബ്രേക്ക് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 15 minutes അല്ലെങ്കിൽ ഒരു 10 minutes ഒക്കെ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാം. എല്ലാവരോടും നമ്മളിപ്പോൾ ഫോൺ നോക്കിയാണല്ലോ ക്ലാസ്സൊക്കെ കാണുന്നത്, അപ്പോൾ കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കിയിരിക്കുക. എല്ലാവരോടും വീട്ടുകാരോടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കുക. ആ സമയം നിങ്ങൾ ഫോണിൽ ചാറ്റ് ചെയ്യാൻ പോകരുത്. വീട്ടുകാരോടൊക്കെ സംസാരിക്കുക, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും പഠിക്കാൻ വരിക. അപ്പോൾ എന്തായാലും നമ്മളുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ്ഡ് ആവും. ഒരേ കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളെപ്പോലെ തന്നെ നമ്മളുടെ ബ്രെയിന് ബോർഡാവും. അപ്പോൾ ബോറടിപ്പിക്കാതെ എന്ത് ചെയ്യുക, ബ്രെയിനെ നല്ല എൻജോയ് ചെയ്യിച്ചിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിന് ഏറ്റവും അത്യാവശ്യമാണ് ഒരു ബ്രേക്ക് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ബ്രേക്ക് ചെയ്ത് ചെയ്യുക. അങ്ങനെ ബ്രേക്ക് എടുക്കുമ്പം അതൊരു ഡിസ്ട്രാക്ഷനുള്ള വഴി ആക്കരുത്. അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ, ആ വഴിയിലേക്ക് തിരിഞ്ഞു പോവരുത്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്താ ചെയ്യുക, കുറച്ച് റൂമിലുള്ള തന്നെ കുറച്ച് ജനലൊക്കെ തുറന്ന് പുറത്തേക്ക് നോക്കിക്കോളൂ. ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള ഒരു ബ്രേക്ക് എടുക്കരുത്. ഒരു 15 minutes ബ്രേക്ക്. ഓക്കെ, 15 minutes ബ്രേക്ക് എടുക്കാം.
15 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും പഠിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സാണ്. എന്തിനു വേണ്ടിയിട്ട്? നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നന്നായിട്ട് എക്സസൈസൊക്കെ ചെയ്യാം. ഓക്കെ, എക്സസൈസൊക്കെ ചെയ്തെങ്കിൽ നമ്മളുടെ കോൺസെൻട്രേഷൻ വളരെ നന്നായിട്ട് കൂടും. എക്സസൈസ് ചെയ്യാം, പിന്നെ വീട്ടുകാരോടൊക്കെ സംസാരിക്കാം. ഓക്കെ, കഴിവതും ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് തന്നെ അറിയാം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നതെന്ന്. ആ കാര്യങ്ങൾ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലും കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതെന്ത് ചെയ്യുക? അത് കേട്ട് വീഡിയോ കേട്ട് സന്തോഷമായി ഇപ്പം മനസ്സിലായി എങ്ങനെയാണ് കോൺസെൻട്രേഷൻ കിട്ടേണ്ടതെന്നുള്ളതും കേട്ട് പോകരുത്. ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക. എന്തായാലും എഫക്റ്റീവ് ആവും. എല്ലാവർക്കും നല്ല കോൺസെൻട്രേഷനോട് കൂടി പഠിക്കുക. നമ്മൾ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. നമ്മൾ ഏതായാലും പഠിക്കുക അല്ലേ? നമുക്കിത് വെറുതെ ഇന്ന് എക്സാമിന് വേണ്ടി മാത്രമാണോ? അല്ല, നമുക്ക് ലൈഫ് ലോങ് യൂസുള്ള കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് നമ്മളുടെ മനസ്സ് കയറണമെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആയി പഠിക്കണം. അതിന് നിങ്ങൾ ഈ കാര്യങ്ങൾ ബേസിക്കലി ചെയ്തു വെക്കാം. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നല്ല കോൺസെൻട്രേഷനൊക്കെ കിട്ടും. ഓക്കെ, അങ്ങനെ എഫക്റ്റീവ് ആയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.